നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇടിച്ചു മരിച്ചതല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കണ്ടെത്തിയ ഈ മൃതദേഹം അത് ഒരു കൊലപാതകമായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു യുവതിയാണ് മരിച്ചിരിക്കുന്നത്. ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മൃതദേഹത്തിന്റെ സമീപത്ത് നിന്നൊരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എത്തി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അവരെത്തി കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയുള്ളൂ. എന്തായാലും നിലവിൽ പോലീസിന്റെ നിഗമനം കൊലപാതകം തന്നെയാണ്. ട്രെയിൻ ഇടിച്ചു മരിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും മൃതദേഹത്തിലില്ല. മൃതദേഹത്തിൽ ഒരുപാട് പരിക്കുകളുണ്ട്. അപ്പോൾ അത് കൊലപ്പെടുത്തിയതാകാമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ട് തള്ളിയതാണോ അതോ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതാണോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. എറണാകുളം വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപത്താണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം കൊലപാതകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീപത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഏറെ നിർണായകമാണ്. ഈ ഫോണിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ് അല്ലെങ്കിൽ ഈ മൃതദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളെ സമീപിക്കാൻ സാധിക്കുമെന്ന് തന്നെ മൊബൈൽ ഫോണിൽ നിന്നും അത്തരത്തിലൊരു തുമ്പിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്ത് കണ്ടത്. യുവതിയാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹം കവർ ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ അന്വേഷണം അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. വിരൽ അടയാള വിദഗ്ധർ വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഈ യുവതിക്ക് സംഭവിച്ചത്, ആരാണ് ഇവരുടെ മരണത്തിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും എന്താണ് ഈ യുവതിക്ക് സംഭവിച്ചത്, ആരാണ് ഇവർ എന്നതൊക്കെ ഒരുപാട് ചോദ്യമായി അവശേഷിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ അതിനൊരു ഉത്തരം പോലീസിന് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിരലടയാള വിദഗ്ധർ ഉച്ചയോടെ മാത്രമേ എത്തുകയുള്ളൂ. അതുവരെ മൃതദേഹം അവിടെ ഉണ്ടാകും. ഈ വിരലടയാള വിദഗ്ധരുടെ പരിശോധനയിലൂടെ മറ്റ് വ്യക്തികളുടെ ഒരു വിരൽ ഈ മൃതദേഹത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. എന്തായാലും എന്താണ് സംഭവിച്ചത് വളരെ വേദനാജനകമായ കാര്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മരിച്ച വ്യക്തിക്ക് ഉറ്റവരുണ്ടാകും. അവരൊക്കെ ഈ വാർത്ത അറിയുമ്പോൾ എത്ര വേദനയോടെയായിരിക്കും അത് സ്വീകരിക്കുക. വളരെയധികം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. നീറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പിതാവ് നിരന്തര സമ്മർദ്ദം ചെലുത്തുന്നത് താങ്ങാനാകാതെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി 19കാരൻ പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ലക്നൌവിലാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വീടിനുള്ളിലെ ട്രമ്മിൽ ഒളിപ്പിച്ചു. അത്രയും പക സ്വന്തം പിതാവിനോട് മകൻ ഉണ്ടായി എന്നതാണ്. ലക്നൌവിലെ വർദ്ധമാൻ പാത്തോളജി ഉടമയായ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ അക്ഷത് പ്രതാപ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 20 മുതൽ മാൻവേന്ദ്ര സിംഗിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മകൻ അക്ഷതിനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. +2 ബയോളജി പഠിച്ചിരുന്ന അക്ഷത് നിലവിൽ BCom വിദ്യാർത്ഥിയാണ്. എന്നാൽ മകൻ ഡോക്ടറാകണമെന്ന ആഗ്രഹത്താൽ നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ പിതാവ് നിരന്തരം നിർബന്ധിച്ചു, ശകാരിച്ചു, വഴക്കു പറഞ്ഞു. അത്തരത്തിലൊരു ട്രാക്കിലേക്ക് മകനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതേ ചൊല്ലി സംഭവ ദിവസം വീട്ടിൽ വഴക്കുണ്ടായി, തർക്കമുണ്ടായി. ഒടുവിൽ ആ ഒരു തർക്കം അവസാനിച്ചത് പിതാവിന്റെ കൊലപാതകത്തിലാണ്. 2018 അമ്മ മരിച്ചതിനെ തുടർന്ന് പിതാവിനും സഹോദരിക്കുമൊപ്പമാണ് അക്ഷതിന്റെ താമസം. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി ക്രൂരമായ കാര്യങ്ങളാണ് പ്രതി ചെയ്തത്. അതായത് വീടിന്റെ 3ാം നിലയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തിന് ശേഷം മൃതദേഹം താഴത്തെ നിലയിൽ എത്തിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ചു. ശരീരഭാഗങ്ങളിൽ ചിലത് സദറോണ ഗ്രാമത്തിന് സമീപം ഉപേക്ഷിച്ചു. ബാക്കിയുള്ളവ വീടിനുള്ളിലെ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ഒളിപ്പിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.